ഇത് ബിഗ് ബോസ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട് മാത്രമല്ല ഞാൻ ശേഷവും ഡാൻസ് അങ്ങനെ നമ്മൾ പറയണം കേട്ടോ. ബിഗ് ബോസ് കഴിഞ്ഞു ഞങ്ങൾക്ക് സിനിമ കണ്ടു പറയണം. LLB എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചില്ല. LLB കണ്ടിട്ടുണ്ടോ? സഹനടിയായിരുന്നു. ഇനി ഇറങ്ങാൻ പോകുന്ന അടുത്ത വർഷം ആരെയും പടമുണ്ട്. അതൊക്കെ കാണണം. നീതുവിനോടാണ് ഫോളോ ചെയ്യണം. നീതു ഞാൻ ഭയങ്കര ഇഷ്ടമുള്ള കുട്ടിയാണ്. നീതു നല്ല മുടിയുള്ള ഒരാളായിരുന്നു, അറിയുന്നു. പക്ഷെ വെട്ടിക്കളഞ്ഞല്ലേ ശരി പോട്ടെ. പറഞ്ഞല്ലേ നിങ്ങളോട് എല്ലാം ഉണ്ടല്ലോ. എന്തുവാ പുതിയ വിശേഷം? സുഖമായിട്ട് പോകണം, അടിപൊളിയായിട്ട് പോകുന്നു. സന്തോഷം, സുഖകരം, ഹാപ്പി ലൈഫ്. മേ ബി കാണും. സെറ്റായില്ല, നോക്കണം ഇനി ചെറുക്കനെ ആക്കണം. 25 ഡിസംബർ വരെ ഇല്ലേ? അപ്പം എത്ര സാലറി ഉള്ള ഒരാളായിരിക്കണം? എത്ര സാലറി ഉള്ള ഒരാളായിരിക്കണം? സാലറി ഒരു 30. എന്തെങ്കിലും ജീവിച്ചാൽ മതി. സാലറിയിലൊന്നും കാര്യമില്ല. ഫുഡ് കഴിച്ച് ഡെയിലി പോകണം, അത്രേ ഉള്ളൂ. ശരിയല്ല. എൻ്റെ വീട്ടിലാണെങ്കിലും എൻ്റെ പപ്പ ഒരു ആക്സിഡൻ്റ് ഒക്കെ കഴിഞ്ഞ് കിടക്കണം. അപ്പോൾ ചേച്ചി ഞാനും കൂടെ ഒക്കെയാണ് എൻ്റെ ഫാമിലി നോക്കുന്നത്. അപ്പോൾ അങ്ങനെ ആണുങ്ങൾ മാത്രമൊന്നുമല്ല, പെണ്ണുങ്ങൾക്കാണെങ്കിലും ജോലി ചെയ്ത് കുടുംബം പോറ്റാൻ പറ്റും. ഞാൻ വർക്കിംഗ് ആയിരുന്നു ഇൻഫോയിൽ. ഇപ്പം ഞാൻ ഒരു ഡ്രസ്സിൻ്റെ ഇത് ചെയ്യുന്നു. അങ്ങനൊന്നുമില്ല, ഹാപ്പി ആയിരിക്കണം. ഞാൻ അങ്ങനെ ഹാപ്പിനെസ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ഹാപ്പി ആണോ ഓക്കെ ആണോ അതേ ഉള്ളൂ. അല്ലാണ്ട് കാശ് എന്നൊന്നും എനിക്കില്ല. ഹാപ്പിയാണ്. അല്ല പറഞ്ഞല്ലോ ഭാവി ഹസ്ബൻഡിനെ പറ്റിയുള്ള സങ്കല്പങ്ങൾ എന്തെങ്കിലും? സങ്കല്പമൊന്നുമില്ല. എന്നെ സപ്പോർട്ട് ചെയ്യണം, എൻ്റെ കൂടെ നിൽക്കണം, അത്രയൊക്കെ ഉള്ളൂ. എന്നെ അതിപ്പോൾ ഞാൻ ഡൗൺ ആണെങ്കിൽ ഓക്കെ ആക്കണം, അത്രയൊക്കെ ഉള്ളൂ. അല്ലാണ്ട് ഭയങ്കര എക്സ്പെക്ടേഷൻ ഒന്നുമില്ല. നമ്മൾ എക്സ്പെക്ട് ചെയ്താൽ അതുപോലത്തെ ആളെ കിട്ടത്തില്ല. അതുകൊണ്ട് കിട്ടുന്ന ആളെ വെച്ചിട്ട് ഹാപ്പി ആയിട്ട് പോകണം. പുതിയ ന്യൂ ജനറേഷൻ വരുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഉപദേശം ചെയ്ത് കൊടുക്കാറുണ്ടോ? ഉപദേശം എന്താ? ഗേൾസിനോ? സ്വന്തം കാര്യം നോക്കാം, ജീവിക്കുക, പണിയെടുക്കുക, ആരിലും കൂടുതൽ ഡിപ്പെൻഡ് ആവരുത്. ഹാപ്പിനെസ്, നമ്മുടെ സെൽഫ് ലവ്, അത്രയൊക്കെ ഉള്ളൂ. എല്ലാ കാര്യവും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യണമെന്ന്? ഞാൻ എൻ്റെ ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് എല്ലാം. അവിടെ നിന്നുള്ള സപ്പോർട്ടൊക്കെ എത്രത്തോളം ഉണ്ട്? ഞാൻ എന്തെങ്കിലും മീൻസ് എൻ്റെ ഫാമിലി അങ്ങനെ ഒന്നും ചെയ്യരുതെന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. സപ്പോർട്ടാണ് എല്ലാത്തിനും. ഭാവിയിൽ ആരാകാനാണ് സിനിമയിലൊക്കെ ട്രൈ ചെയ്യണം? ചെറിയ റോള് കയറി. പിന്നെ എനിക്ക് അഭിനയിക്കാൻ അറിഞ്ഞൂടാ. ഫിലിംസിലൊക്കെ വിളിക്കുന്നുണ്ട്, പിന്നെ അഭിനയിക്കാൻ അറിയാത്തതുകൊണ്ടിട്ട് വെറുതെ പോയി അത് കൊളാക്കേണ്ട ആവശ്യമില്ലല്ലോ. കഴിഞ്ഞിടയ്ക്ക് ഒരു ഗെയിമിംഗ് ആപ്പിനെ പറ്റി ഒരു വീഡിയോ ആയിട്ടുണ്ടായിരുന്നല്ലോ. അതിന് താഴെ ഒരുപാട് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ ആപ്പ് ആക്ച്വലി ബാൻ ചെയ്തൊരു ആപ്പാണ്. ബാൻ ചെയ്തിട്ടൊന്നുമില്ല. എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ കളിച്ചിട്ടുണ്ട്, കാശ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സമൂഹത്തിന് ഒരു തെറ്റായ സന്ദേശമല്ലേ കൊടുത്തിരുന്നത്? തെറ്റായതൊന്നും പറഞ്ഞില്ല. സ്വന്തം റിസ്കിൽ കളിക്കണം, അത്രേ ഉള്ളൂ. മീൻസ് കാശ് പോകും, പക്ഷെ കിട്ടുകയും ചെയ്യും കേട്ടോ. ഒരുപാട് ആൾക്കാർ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് ചെയ്ത് അങ്ങനെ കാശ് പോയി സൂയിസൈഡൊക്കെ ചെയ്തിട്ടുണ്ട്. രക്ഷപ്പെട്ട അറിയുന്നുണ്ടോ? എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവനൊരു 20,000 ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഭയങ്കരമായിട്ട് രക്ഷപ്പെട്ടിട്ടൊന്നുമില്ല. അത്യാവശ്യം നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും, കളിക്കാൻ അറിയാമെങ്കിൽ നന്നായിട്ട്. പിന്നെ അങ്ങനെ ഒരു ആപ്പിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു എന്താ ആസ് ആൻ ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ അതൊരു എന്ത് തോന്നുന്നു? അങ്ങനെ ഒരു എനിക്ക് രണ്ട് സൈഡും ആസ് ആൻ ഇൻഫ്ലുവൻസർ നമ്മൾ നല്ലതാണെങ്കിലും ചീത്താണെങ്കിലും അങ്ങനെയല്ല. എനിക്കിങ്ങനെ കുറേ പ്രൊമോഷൻ വന്നു. പിന്നെ എനിക്കറിയുന്ന ഒരു ഫ്രണ്ടാണ്, അവൻ പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. കമന്റ് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പ്രൊമോട്ട് ചെയ്യാൻ ഇതിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. നല്ല ചീത്തവിളി തെരുവിലേക്കായിരുന്നു. 24 എനിക്ക് കുഴപ്പമില്ല, അടിപൊളിയായിരുന്നു. കുറച്ചുകൂടെ ഹാപ്പി ആയിട്ട് കുറച്ചുകൂടെ സ്വന്തം കാര്യം നോക്കി കുറച്ചുകൂടെ സെറ്റ് ആവണം. ലൈസൻസ് ഒക്കെ എടുത്തോ? ലൈസൻസ് എനിക്കുണ്ട്. ഉണ്ടോ? പിന്നെ എനിക്ക് രണ്ടുണ്ട്, കാറും ടൂ വീലർ. രണ്ടുമുണ്ട്. രണ്ടും നല്ലപോലെ ഓടിക്കും? നല്ല പോലില്ല. സ്പീഡ് പേടിയുണ്ടോ? എനിക്കോ? എനിക്ക് പേടിയില്ല. ഓടിക്കാൻ അറിയാമെങ്കിലല്ലേ. മേബി 25 കാണും. ഇനി ചെക്കനെ കണ്ടുപിടിക്കണം. കാറിനകത്ത് വെള്ളം നിറയ്ക്കാനുള്ള പ്ലാനില്ല? ഏയ് ഇല്ലില്ല, ഞങ്ങൾ കുപ്പിയിലൊക്കെ വെള്ളം
ഉള്ളൂ. ഓക്കെ, അപ്പം വഴിയിൽ കൂടി അല്ല ഡ്രൈവിങ് പഠിച്ച് ലൈസൻസ് എടുത്തെന്ന് പറഞ്ഞില്ലേ? ആ, ഞാൻ കുറച്ച് നാളെ ഒരു 5-6 വർഷമായി ലൈസൻസ് എടുത്തിട്ട്. എന്തെങ്കിലും ടിപ്സ് എന്തെങ്കിലും കൊടുക്കാനുണ്ടോ പുതിയതായിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നവർക്ക്, ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക്? സാധാരണ തവണ പോലെ അല്ല, ക്ലച്ച് ഔട്ട് സ്റ്റാർട്ട് ആക്കുക, ക്ലച്ച് ഔട്ട് ഗിയർ ഫസ്റ്റ് ഇട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, റോഡിൻ്റെ ഏത് സൈഡിലൊക്കെ പോകണം അങ്ങനെയൊക്കെ? ഇവിടെ ഇന്ത്യയിൽ ലെഫ്റ്റ് സൈഡിൽ കൂടെ. ലെഫ്റ്റ് സൈഡിൽ കൂടെ. ഓക്കെ, ഒരു നിരുത്തരവാദമായി ഡ്രൈവിംഗ് ചെയ്യുന്നവരോട് എന്തെങ്കിലും ഉപദേശം ഉണ്ടോ? എല്ലാവരും സൂക്ഷിച്ച് കണ്ടൊക്കെ ഓടിക്കുക. ഇപ്പോൾ ആക്സിഡൻസ് ഒക്കെ കൂടുമല്ലേ, അപ്പം പയ്യെ മീൻസ് ഒരു സാധനമൊക്കെ ആണല്ലോ, സ്പീഡ് ഡ്രിൽസ് ബട്ട് കിൽസ്, അതുപോലെ പയ്യെ പോവാം. അത്രയൊക്കെ നന്നായിട്ട് നോക്കി കണ്ട് റൂൾസ് ഒക്കെ പാലിച്ച് ഓടിക്കണം, അത്രേ ഉള്ളൂ. സ്ഥിരമായിട്ട് സഞ്ജു ഏറി പോകുമ്പോൾ എന്തെങ്കിലും തോന്നാറുണ്ട്? ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഫോളോ ചെയ്യണില്ല, ഞാൻ അങ്ങനെയൊന്നും കാണാറില്ല. പിന്നെ ഫ്രണ്ട്സൊക്കെ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നതേ ഉള്ളൂ. ഏറി പോയിന്നോ? ആ, അല്ലാണ്ട് എനിക്ക് ഞാനങ്ങനെ ഫോളോ ചെയ്യാറൊന്നുമില്ല. ഓക്കെ, ഇപ്പം മുടി മുറിച്ചതിന് വിഷമമുണ്ടോ? എനിക്ക് ആണോ? അല്ല, മുടി മുറിച്ചതിന് വിഷമമുണ്ടോ? വിഷമില്ല, ഞാൻ എനിക്കിഷ്ടമായിട്ടാണ് കണ്ടത്. ആരും ഇൻഫ്ലുവൻസ് ചെയ്തില്ല? ആരെയും ഇൻഫ്ലുവൻസ് ചെയ്യാറില്ല, ആരോടും ചോദിച്ചിട്ടൊന്നുമില്ല. ഞാൻ എനിക്ക് ഓക്കെ ആണെങ്കിൽ എനിക്ക് ഇഷ്ടമാണ് ചെയ്യും, എനിക്ക് ഇഷ്ടമല്ല ചെയ്തില്ല, അത്രേ ഉള്ളൂ. മുടി മുറിച്ചപ്പോൾ സുന്ദരി ആരെങ്കിലും പറഞ്ഞു? ഇല്ല, സൗന്ദര്യം ഉണ്ട്. ഇല്ല, ഞാൻ പണ്ട് സുന്ദരിയാണ്, എനിക്കറിയാം. ഓക്കെ.